പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതം എന്നത് ഒരു പുഴ പോലെയാണ്. ചിലപ്പോ അത് ശാന്തമായിട്ട് അങ്ങനെ ഒഴുകും, ചിലപ്പോ അപ്രത്യക്ഷമായിട്ടുള്ള കൊടുങ്കാറ്റുകൾ വരും. പ്രവാസ ജീവിതത്തിൽ ഈ കൊടുങ്കാറ്റുകൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ജോലി നഷ്ടം, ഒരു മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ നാട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യം. ഈ കൊടുങ്കാറ്റുകളിൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത എന്ന തോണി മുങ്ങിപ്പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ലൈഫ് ജാക്കറ്റാണ് എമർജൻസി ഫണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ജീവൻ രക്ഷാ കവചത്തെ കുറിച്ച്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നാളെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പുതിയൊരെണ്ണം ശരിയാകാൻ ചിലപ്പോൾ 3-4 മാസം എടുത്തേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ റൂമിന്റെ വാടക എങ്ങനെ കൊടുക്കും? നാട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ പണം അയക്കും? കയ്യിൽ പണമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്ത് കടം വാങ്ങും, അല്ലെങ്കിൽ ഉയർന്ന പലിശയ്ക്ക് ലോൺ എടുക്കും. ഇന്നലെ നമ്മൾ സംസാരിച്ച ആ കടക്കണിയിലേക്ക് നമ്മൾ വീണ്ടും ചെന്ന് വീഴും, അല്ലെ? ചിലർ അവരുടെ നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ വിൽക്കാൻ നിർബന്ധിതരാകും. വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തിയ സാമ്പത്തിക ഭദ്രത മുഴുവൻ ഒറ്റയടിക്ക് തകർന്നു പോകാനിടയാണ്. ഈ അവസ്ഥ ഒഴിവാക്കാനാണ് നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കുന്നത്. എന്താണ് ഈ എമർജൻസി ഫണ്ട്? ഇത് ഒരു നിക്ഷേപമല്ല, അതേപോലെ തന്നെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു മാർഗവുമല്ല. ഇത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയുടെ ഇൻഷുറൻസ് ആണ്. ഇതിനായിട്ട് എത്ര പണം വേണം? ഒരു പൊതു നിയമം അനുസരിച്ച് നിങ്ങളുടെ 3 മുതൽ 6 മാസം വരെയുള്ള ജീവിത ചിലവുകൾക്ക് തുല്യമായ തുക ഈ എമർജൻസി ഫണ്ടായിട്ട് ഉണ്ടായിരിക്കണമെന്നാണ്. അതെങ്ങനെ കണക്കാക്കാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു മാസത്തെ ഒഴിച്ചുകൂടാനാവാത്ത ചിലവുകളായിട്ടുള്ള നീഡ്സ്, അതിൽ നമ്മുടെ വാടക വരും, ഭക്ഷണം വരും, ബില്ലുകൾ വരും, നാട്ടിലേക്കുള്ള അയക്കേണ്ട പണം വരും, EMI വരും. ഇങ്ങനെ കിട്ടുന്ന ഈ തുകയെ 6 കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്ന തുകയാണ് നിങ്ങളുടെ എമർജൻസി ഫണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ് ഏകദേശം 50,000 രൂപയാണ് വരുന്നതെങ്കിൽ ആ 50,000ത്തിന് 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ എമർജൻസി ഫണ്ട്. ഇത് എവിടെ സൂക്ഷിക്കണമെന്ന് പല ആളുകൾക്കും സംശയമുള്ളതാണ്. ഈ പണം വല്ല സ്റ്റോക്കിലോ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിലോ ചിട്ടിയിലോ ഒന്നും ഇടരുത്. കാരണം നമുക്ക് അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ സാധിക്കണം. ഏറ്റവും നല്ലത് നിങ്ങളുടെ സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇടുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ കഴിയുന്ന ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓരോ മാസത്തെ ശമ്പളം വരുമ്പോഴും നിങ്ങളുടെ 20% സമ്പാദ്യത്തിൽ നിന്നും ഒരു പങ്ക് ഈ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കുക. ഇതൊരു ഓട്ടോമാറ്റഡ് ട്രാൻസ്ഫർ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറന്നുപോയാലും പണം അതിലേക്ക് പോയിക്കൊള്ളും. അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ബോണസ്, ഇൻസെന്റീവ് തുടങ്ങിയ അധിക വരുമാനങ്ങളൊക്കെ തന്നെ നേരിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എമർജൻസി ഫണ്ട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. ഇത് നമുക്ക് എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുകയോ വലിയ ആശുപത്രി ചെലവുകൾ വരികയോ കുടുംബത്തിലെ അടിയന്തര ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ എമർജൻസി ഫണ്ട് ഇതിനു വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇത് പുതിയ ഫോൺ വാങ്ങാനോ വിനോദയാത്ര പോകാനോ ഒന്നും ഉപയോഗിക്കരുത്. അഥവാ ഉപയോഗിച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് തിരികെ നികത്താൻ ശ്രമിക്കുക. എമർജൻസി ഫണ്ട് എന്നത് നിങ്ങളുടെ സാമ്പത്തിക വീടിന്റെ ഒരു അടിത്തറയാണ്. ഈ അടിത്തറ ഭദ്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുകളിലേക്ക് എത്ര നില വേണമെങ്കിലും പണിയാം, അതായത് നിക്ഷേപങ്ങൾ നടത്താവുന്നത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് എന്നത് നിങ്ങളുടെ 6 മാസത്തെ ചിലവ് എത്രയാണെന്ന് കണക്കാക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ആദ്യത്തെ വലിയ സാമ്പത്തിക ലക്ഷ്യം. നിങ്ങളുടെ ടാർഗറ്റ് എമൗണ്ട് താഴെ എത്രയാണെന്ന് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. ഇപ്പോ നമുക്കൊരു ലക്ഷ്യമുണ്ട്, കടം വീട്ടാനുള്ള വഴികൾ അറിയാം, അതേപോലെ തന്നെ നമുക്കൊരു സുരക്ഷാ കവചമുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം കൂടി വേണം: അച്ചടക്കം. നാളെ സാമ്പത്തിക അച്ചടക്കം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം.